السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتي رزقها رغدا من كل مكان إلى آخر آية. فقد قال عمر بن الخطاب رضي الله تعالى عنه: أليس منكم أحد يحفظ قول رسول الله صلى الله عليه وسلم في الفتنة؟ قال حذيفة بن يمان رضي الله تعالى عنه: أنا. فقال عمر رضي الله تعالى عنه: أنت جريء على ذلك. فقال: فتنة الرجل في ماله وأهله وولده تكفرها الصلاة والزكاة والصوم والأمر بالمعروف والنهي عن المنكر أو كما قال صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമാലുകളെയും നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ എല്ലാ അമലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവനിലേക്ക് കൂടുതൽ ഇബാദത്ത് കൊണ്ട് അവനിലേക്ക് കൂടുതലായി അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കാലഘട്ടം പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള പരീക്ഷണങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും, ഏത് ഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥയാണെങ്കിലും, ഒന്ന് രണ്ട് രാജ്യത്തുള്ളവർ ഇതിൽ നിന്ന് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ മാറി നിന്നെന്ന് വരാം. അതല്ലാതെ മുഴുവൻ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്കും പരീക്ഷണങ്ങളാണ്. നമുക്കറിയാം ഫലസ്തീൻ്റെ വിഷയം. അടുത്ത സമയത്ത് പോലും, അടുത്ത ദിവസങ്ങളിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ ബോംബിട്ടുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വധിക്കുന്ന ഒരവസ്ഥ. ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെയുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നും പരീക്ഷണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾക്കെതിരെ പുതിയ പുതിയ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ല് അടുത്ത കാലത്ത് പാർലമെന്റിൽ പാസ്സായ ഒരു ബില്ലാണ്. എന്തിനാണ് പല ആവർത്തി ഈ വഖഫ് ബില്ല് ഭേദഗതിയോടുകൂടെ മുമ്പ് പല ആവർത്തി പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തല്ല, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലും, ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ പോലും വഖഫ് ബില്ല് നിലവിൽ വരികയും പിന്നെ പല തവണയായി അതിൻ്റെ ഭേദഗതികൾ ഉണ്ടാകുകയൊക്കെ ചെയ്തെങ്കിലും അതെല്ലാം വഖഫ് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകരുത്, ഒരിക്കലും അത് വഖഫിന്റെ സ്വത്ത് ആൾക്കാർ കവർന്ന് അക്രമപരമായി എടുക്കരുത്, അതിൻ്റെ സുരക്ഷിതവും സംരക്ഷണാർത്ഥമാണ് ആ ബില്ല് എങ്കിൽ പുതിയ ബില്ല് വന്നിരിക്കുന്നത് എങ്ങനെ മുസ്ലിമീങ്ങളുടെ വഖഫ് അവരിൽ നിന്ന് തട്ടിയെടുക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. ഇത് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ഈ പരീക്ഷണം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒന്നല്ല. ഇത് പുതിയ ഒരു സംഭവമല്ല.
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളുടെ വഫാത്തോടുകൂടെ തുടങ്ങിയതാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ. മഹാനവറുകളുടെ വഫാത്തോടുകൂടെ പരീക്ഷണങ്ങൾ തുടങ്ങുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്ത് തൊട്ട് ശേഷം അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് വന്നു, പിന്നെ രാജഭരണം വന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുസ്ലിമീങ്ങൾക്ക് പല രീതിയിൽ പല അർത്ഥത്തിൽ പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മജ്ലിസിൽ വെച്ച് സഹാബാക്കളോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഹൽ മിൻകും അഹദുൻ യഹ്ഫദു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫിത്നയിലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് നിലപാടെടുക്കണം, ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ മനഃപ്പാഠമാക്കിയ മനസ്സിലാക്കിയ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സഹാബാക്കളോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എനിക്കറിയാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം എന്ത് നിലപാടെടുക്കണം എന്ന വിഷയത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം എനിക്കറിയാമെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താണ്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് പറയുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അറിയാമായിരുന്നു ഈ വിഷയം ഹുദൈഫയ്ക്കല്ലാതെ വേറൊരാൾക്ക് പറയാൻ കഴിയില്ല. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ ഇത് പറയാൻ കഴിയൂ എന്നറിയാം. അതുകൊണ്ട് പറഞ്ഞു, നിനക്കേ ഇത് പറയാൻ പറ്റൂ, നീയാണിത് പറയാൻ അർഹൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിഷയം ഫിത്നത്തുർ റജുലി ഫീ മാലിഹി വ അഹ്ലിഹി വ വലദിഹി. ഒരു മനുഷ്യന്റെ പരീക്ഷണം അവന്റെ കുടുംബത്തിന്റെ വിഷയത്തിലും അവന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ അവന്റെ മക്കളുടെ വിഷയത്തിലൊക്കെ ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. എന്താണ് പരീക്ഷണം? ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം പരീക്ഷണങ്ങളാണ്. അത് കുടുംബത്തിന്റെ വിഷയത്തിലുണ്ടാകാം. കുടുംബത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കൂടുതൽ വ്യാകുലതപ്പെടുകയും ചെയ്ത് അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നു പോകുകയാണെങ്കിൽ അത് അവനൊരു പരീക്ഷണമാണ്. മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ വ്യാകുലതപ്പെടുത്തുകയും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആ ഒരു ചിന്തയിൽ തന്നെ കഴിഞ്ഞുകൂടുകയും അള്ളാഹുവിൽ നിന്ന് അവൻ അകലുകയും ചെയ്യുകയാണെങ്കിൽ ആ മക്കൾ അവന് പരീക്ഷണമാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ ആ സമ്പത്തിൽ നഷ്ടം സംഭവിച്ചു പോകും. അതിൻ്റെ പേടിയിൽ സമ്പത്ത് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന ചിന്തയിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കടമകൾ അവൻ നിർവഹിക്കുന്നില്ല എങ്കിൽ ആ സമ്പത്തും അവന് പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണം ഇതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് അവൻ അകലുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വസ്തുക്കളാണ് തുകഫിറുഹസ്സലാത്തു വസ്സൗമു വസ്സദഖത്തു. നമസ്കാരവും നോമ്പും സദഖയും വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ തിന്മകൾ ചെയ്യുന്ന ജനങ്ങളുടെ തിന്മയിൽ നിന്നും തടയുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അവന് രക്ഷ നേടാൻ കഴിയുന്നതാണ്. അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ ഉണ്ടായിപ്പോകുന്ന വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പുറത്തു കൊടുക്കുന്നതാണെന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അലൈഹി പറഞ്ഞു, ലൈസ ദാലിക ഉരി, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ഉത്തരമല്ല നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്, ഈ ഒരു പരീക്ഷണമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഉദ്ദേശിച്ച പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് മൗജുൻ കമൗജിൽ ബഹർ, സമുദ്രത്തിലെ തിരമാലകൾ പോലെ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അടിച്ച് കയറുന്ന പരീക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ആ പരീക്ഷണത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാടെടുക്കാനാണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി.
കാരണം ഇത് ഉദ്ദേശിക്കാനുള്ള കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബിയായ ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അറിയിച്ച ഒരുപാട് ഗൈബിയായ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സഹാബാക്കളിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമാണ് അറിയിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ സാഹിബുസ്സിർ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളാണ് എന്ന് സഹാബാക്കളുടെ ഇടയിൽ വളരെ എല്ലാ സഹാബാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. നബിതങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളാണ് ഹുദൈഫ റളിയല്ലാഹു തആല. അപ്പൊ ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹുദൈഫ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, താങ്കൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വബൈനക വബൈനഹാ ബാബുൻ മുഗ്ലഖുൻ, താങ്കളുടെയും ആ ഫിത്നയുടെയും ഇടയിൽ അടയ്ക്കപ്പെട്ട ഒരു വാതിലുണ്ട്. താങ്കളുടെ കാലഘട്ടത്തിൽ ആ ഫിത്ന ഒന്നും തന്നെ പുറപ്പെടാൻ പോകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മറുപടിയായിട്ട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു കൊടുത്തു. അപ്പം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ഫിത്ന വരാൻ പോവുകയാണ്. അപ്പൊ ചോദിച്ചു, ഈ വാതിൽ ഹൽ തുഫ്തഹു ഔ തുക്സർ, ഈ വാതിൽ തുറക്കപ്പെടുവോ അതല്ല ഈ വാതിൽ പൊളിക്കപ്പെടുമോ? ഈ വാതിൽ എനിക്ക് ശേഷം ഈ വാതിൽ ഫിത്നയുടെ വാതിൽ തുറക്കപ്പെടുകയാണോ അതല്ല ഈ ഫിത്നയുടെ വാതിൽ പൊളിക്കപ്പെടുകയാണോ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, തുക്സർ, ആ വാതിൽ പൊളിക്കപ്പെടും, അത് തുറക്കപ്പെടുകയല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇദല്ല തുഗ്ലഖു അബദ, പൊളിച്ച വാതിൽ പിന്നെ ഒരിക്കലും അടയ്ക്കാൻ പറ്റൂലല്ലോ. തുറക്കപ്പെട്ടതാണെങ്കിൽ കുറച്ചു കാലഘട്ടം കുറച്ചു പേരുടെ പരിശ്രമങ്ങൾ കാരണമായിട്ട് തുറക്കപ്പെട്ട വാതിൽ ഫിത്നയുടെ വാതിൽ അടയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു വാതിൽ പൊളിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അത് അടയ്ക്കാൻ പറ്റില്ല, അതൊരിക്കലും അടയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു. ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള ആ സംഭാഷണം അവിടെ വെച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഈ ഹദീസിന്റെ റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആള് ബഹുമാനപ്പെട്ട മസ്റൂഖ് റഹിമഹുല്ലാഹുടെ അടുക്കൽ പറയുകയാണ്, ഈ വിഷയം ഹുദൈഫയോട് ചോദിക്കണം, ഈ വാതിൽ ഏതാണ്, ഫിത്നയുടെ വാതിൽ ഏതാണ് എന്ന് ചോദിക്കണം. അങ്ങനെ അദ്ദേഹം പോയി ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഫിത്നയുടെ ഈ വാതിൽ, ഇത് പൊളിക്കപ്പെടുന്ന ഈ വാതിൽ ഏതാണ്, തുറക്കപ്പെടാതെ പൊളിക്കപ്പെടുന്ന ഈ വാതിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ വാതിൽ തന്നെ ഉമറാണ് ആ വാതിൽ. അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തോടുകൂടെയാണ് ഈ ഫിത്ന തുടങ്ങുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതോടുകൂടെ ഉലമാക്കൾ പറയുന്നുണ്ട്, അതിലൊരു സൂചനയുമുണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകാൻ പോകും, ഷഹീദാകുകയാണ്, അല്ലാതെ സാധാരണ മരണമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ മരണം ഷഹാദത്തായിരിക്കും. അതുകൊണ്ട് ആ വാതിൽ പൊളിക്കപ്പെടുകയാണ്, അതിനുശേഷം ഇനി അത് അടയ്ക്കാൻ പറ്റില്ല. ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഉമ്മത്തില്, അതിനുശേഷം പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ നമ്മൾ തുറന്നു നോക്കുകയാണ് എങ്കിൽ ഒരു നിലയ്ക്കല്ലെങ്കിൽ അടുത്ത നിലയ്ക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മളുടെ നിലപാട് എന്തായിരിക്കണം? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ ഏത് സമയത്തും അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങാത്തടത്തോളം കാലം നമ്മൾ ഈ പരീക്ഷണത്തിൽ നമ്മളും പെട്ടുപോകും. നമുക്ക് രക്ഷ അല്ലാഹു മാത്രമാണ്. നമ്മൾ ഏത് സമയത്തും സുഖലോലഭന്മാരായി ജീവിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ, ബഹുമാനികളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ. അല്ലാഹു ഒരു നാടിനെ ഉപമിക്കുകയാണ്.
ആ നാടിൽ എപ്പോഴും സമാധാനവും ശാന്തിയും നിർഭയത്വവും നിറഞ്ഞ നാടായിരുന്നു. ശാന്തിയും സമാധാനവുമുള്ള നാട്. യഅതി റിസ്ഖുഹാ റഗദൻ, സുലഭമായ നിലയിൽ ആ നാട്ടുകാർക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ മിൻ കുല്ലി ബലദിൻ, ആ നാട്ടിന്റെ എല്ലാ പ്രദേശത്തു നിന്നും ആ നാട്ടുകാർക്കുള്ള വിഭവങ്ങൾ കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഫകഫറതു ബിഅൻഉമില്ല, ആ നാട്ടുകാർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. ആ നാട്ടുകാർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭയവും വിശപ്പും, ഈ രണ്ട് വസ്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രുചിപ്പിച്ചു എന്നാണ്. അതായത് പിന്നെ അവർക്ക് സമാധാനമില്ല. നാട്ടുകാർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭയം ഇട്ടുകൊടുത്തു, അവർക്ക് ദാരിദ്ര്യം ഇട്ടുകൊടുത്തു. അവർക്ക് എത്ര കിട്ടിയാലും മതി വരുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നില്ല. അതുപോലെ തന്നെ ശത്രുക്കളെ എല്ലാ അർത്ഥത്തിലും പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്തിന്റെ പേരിൽ? അവർ ചെയ്തു കൂട്ടിയ ഈ ചെയ്തിയുടെ പേരിൽ, അവരുടെ ഈ ദുഷ്പ്രവൃത്തിയുടെ പേരിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ, അതിന് നന്ദി രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ ഈ അവസ്ഥയിലേക്ക് അവരെത്തുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനികളെ, നമുക്ക് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഏത് സമയത്തും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പരീക്ഷണങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് മടങ്ങണം. അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം രീതിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾ ഏതെല്ലാം രീതിയിലുണ്ടോ അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം നമ്മൾ പ്രതിരോധിച്ചിരിക്കണം. അത് പ്രതിരോധിക്കാതെ നമ്മൾ മാറി നിന്നാൽ നാളെ ഒരു സമയം വരും, നമ്മുടെ മക്കൾ, നമ്മുടെ പരമ്പര ഈ പരിശുദ്ധമായ ദീനിനകത്ത് തന്നെ ഉണ്ടാവില്ല. അതിന് ഇന്ന് തന്നെ നമ്മൾ പ്രതിരോധിക്കണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം നമ്മൾ പ്രതിരോധിക്കണം. നമുക്ക് നേരെ വരുന്ന പരീക്ഷണങ്ങളെ, അത് ഏത് ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്നാകട്ടെ, മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നാകട്ടെ, ഇത് എന്നെ ബാധിക്കുന്നില്ലല്ലോ, എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നില്ലല്ലോ, എൻ്റെ മക്കളെ ബാധിക്കുന്നില്ലല്ലോ, എൻ്റെ കച്ചവടത്തെ ബാധിക്കുന്നില്ലല്ലോ, ഞാൻ എന്തിന് ഇടപെടണം എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിന്നാൽ ബഹുമാനികളെ, നാളെ നമ്മുടെ പരമ്പരയിൽ അല്ലാ എന്ന് വിളിക്കാൻ ഒരാളും ഉണ്ടാകില്ല. അത്ര ഗൗരവമുള്ള വിഷയമാണിത്. നമുക്കറിയാം വഖഫ് ഭേദഗതി ബില്ല്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ എത്ര മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ഈ ഭേദഗതി ബില്ല് എന്താണെന്ന് പോലും പഠിക്കാൻ തയ്യാറായ എത്ര ചെറുപ്പക്കാർ ഉണ്ട്? ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ് അതിൽ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്? വഖഫിന്റെ നടത്തിപ്പ് ഇതുവരെ മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നുവെങ്കിൽ പുതിയ ബില്ലിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും കടന്നു വരാം. അതുപോലെ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്, വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമോ, എന്തെങ്കിലും സർക്കാരുമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ട് എങ്കിൽ അത് കോടതിയിലേക്ക് പോകേണ്ട, സർക്കാരിന് തന്നെ തീരുമാനമെടുക്കാം, കളക്ടറിന് തീരുമാനമെടുക്കാം ഈ ഭൂമി ആരുടെയാണ്. പ്രതിക്ക് തന്നെ ജഡ്ജ് ആവാൻ കഴിയും. വഖഫ് സ്വത്ത് തട്ടിയെടുത്തിരിക്കുന്നത് സർക്കാരാണ് ആ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവർക്ക് തീരുമാനമെടുത്താൽ പിന്നെ അത് അവരുടെ സ്വത്തായി മാറും. ഇനി ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിലോ പഴയ നിയമം അനുസരിച്ച്, പഴയ ബില്ലനുസരിച്ച് മുസ്ലിം ആകണമെന്ന് പോലും ഇല്ല. ഒരു അമുസ്ലിം സഹോദരന് പോലും ഒരു പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു മദ്രസ വഖഫ് ചെയ്യാം. പണ്ട് ഒരുപാട് അമുസ്ലിം രാജാക്കന്മാർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പള്ളിക്ക് ഭൂമികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുതിയ ബില്ലനുസരിച്ച് ഇനി സാധുവല്ല. അങ്ങനെ ചെയ്ത വഖഫുകളൊന്നും സാധുവാകാൻ പോകുന്നില്ല. മുസ്ലിമിന് പോലും വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം പ്രാക്ടിക്കൽ മുസ്ലിമായി ആണെന്ന് തെളിയിക്കണം. നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ പോകുന്നത് പോലെ 5 നേരം ഞാൻ നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇനി അതിൻ്റെയും കൂടെ കത്ത് വാങ്ങിക്കണം. എന്നിട്ടേ നമ്മൾ വഖഫ് ചെയ്യാൻ പറ്റും. ഇത് വായിക്കുന്ന, ഈ ഭേദഗതി വായിക്കുന്ന ഏതൊരു മുസ്ലിം എന്നല്ല, മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഇത് മുസ്ലിം സമുദായത്തിൻ്റെ വളരെ ബൃഹത്തായ ആ സ്വത്ത്, പാരമ്പര്യം, മുസ്ലിങ്ങളുടെ
ഒരുപാട് സഹാബാക്കളുടെ കാലഘട്ടം മുതൽ, സഹാബാക്കളുടെ കാലഘട്ടം എന്ന് വെച്ചാൽ ഖുലഫാ റാഷിദീങ്ങളുടെ വഖഫ് ഇന്നും നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ നമ്മുടെ പൂർവികർ വഖഫ് ചെയ്ത ഒരു ബൃഹത്തായ നമ്മുടെ ഈ ഇന്ത്യയിൽ ബൃഹത്തായ ഒരു സ്വത്ത്, അത് എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളിൽ നിന്ന് തട്ടിയെടുക്കണം, അതിനു വേണ്ടിയുള്ള ആസൂത്രണമായ ശ്രമമാണ് നടക്കുന്നത് എന്ന് ഏതൊരു മനസാക്ഷിയുള്ള വ്യക്തിക്കും അത് മനസ്സിലാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫീലിംഗ് പോലും നമുക്കില്ലാതെ പോയാൽ, ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ ദുന്യാവിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും. അവസാനം നമുക്ക് ഭയമുണ്ടാകും, നമുക്ക് ദാരിദ്ര്യമുണ്ടാകും. ഇത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. കാരണം അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ തിരസ്കരിക്കുകയാണ് എങ്കിൽ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമുക്കെതിരെ വരുന്ന എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രതിഷേധിച്ചിരിക്കണം. അതിന് നമ്മൾ സംഘടനകൾ നോക്കേണ്ട കാര്യമില്ല, പാർട്ടികൾ നോക്കേണ്ട കാര്യമില്ല. ആരാണ് ഇതിനെതിരെ പ്രതിഷേധം നടത്താൻ തയ്യാറാകുന്നത്, അവരോടൊപ്പം നമ്മളും കൂടണം, നമ്മളും ആ പ്രതിഷേധത്തിൽ പങ്കുകാരാകണം. നാളെ ചോദിക്കുമ്പോൾ നമുക്കും പറയാൻ കഴിയണം, നിന്റെ വഖഫിന്റെ സ്വത്ത്. കാരണം വഖഫിന്റെ സ്വത്ത് അത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്താണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉടമസ്ഥതയിൽ നിന്ന് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലേക്ക് അവൻ മാറ്റിയതാണ്. ഇനി അത് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്, ലാ തുബാഉ വലാ തൂറസു. അതൊരിക്കലും വിൽക്കാനോ അല്ലെങ്കിൽ അനന്തരാവകാശമായിട്ട് തൻ്റെ പരമ്പരയ്ക്ക് ലഭിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം വഖഫ് സ്വത്ത് അങ്ങനത്തെ സ്വത്താണ്, വേറൊരാൾക്ക് വിൽക്കാനൊന്നും പാടില്ല. അപ്പം അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് വന്ന സ്വത്താണ്. നാളെ നമുക്ക് പറയാൻ കഴിയണം, നിന്റെ സ്വത്തിന് വേണ്ടി, നിന്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട ആ സ്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എൻ്റെ വേർപ്പൊഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം. നമുക്കതിന് കഴിയണം. നമ്മൾ അശ്രദ്ധരായി പോകരുത്. നമ്മൾ അശ്രദ്ധരായി പോയാൽ ശേഷം വരുന്നവർ വഖഫ് എന്നല്ല, നമുക്ക് വന്ന് പള്ളികളിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. ഈ ഇന്ത്യയുടെ ചരിത്രം നമ്മൾക്ക് ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നിർലോഭമായി നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമുക്ക് യാതൊരു പ്രതികരണ ശക്തിയും ഇല്ലാതെ, ഒരു പ്രതിഷേധവും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരുന്നാൽ, ബഹുമാനികളെ, നമ്മുടെ ഭാവി എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ പള്ളികളിൽ വന്ന് നമസ്കരിക്കാൻ പറ്റില്ല നമ്മുടെ തലമുറയ്ക്ക്. ഇത് പ്രവചനമൊന്നുമല്ല. മഴ പെയ്യും സാധാരണ രീതിയിൽ കാർമേഘം കാണുമ്പോൾ നമുക്ക് മഴ പെയ്യുമെന്ന് പറയുന്നത് പ്രവചനമൊന്നുമല്ല. നല്ല കാർമേഘം കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്യും, അത് സ്വാഭാവികമാണ്, അതതിൻ്റെ അടയാളമാണ് കാർമേഘം. എന്നതുപോലെ ഇതെല്ലാം അടയാളമാണ് നമ്മുടെ തലമുറ ദീനിൽ നിന്ന്, പരിശുദ്ധ ദീൻ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഇസ്ലാമിനെ തുടച്ചു നീക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ അതിനെ അനുവദിക്കരുത്, ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അപ്പൊ ഭരണകൂടങ്ങൾക്കെതിരെ കോടതികൾ പോലും എന്ത് ചെയ്യാണ്, ചോദ്യം ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളുടെ വഖഫ് ഇത്രയും കാലഘട്ടം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിക്ക് എങ്ങനെ പേപ്പർ ഉണ്ടാകും, എങ്ങനെ പ്രമാണമുണ്ടാകും? കോടതി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ഇടയിലായിരിക്കും സ്വാഭാവികമായിട്ടും കലാപങ്ങൾ ഉണ്ടാകും. എന്തിനു വേണ്ടിയാണ്? ഹിന്ദു മുസ്ലിം ഐക്യം നശിപ്പിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി. അതിനുവേണ്ടി കലാപങ്ങൾ ഉണ്ടാകും. അടുത്ത ദിവസം ഉണ്ടായ നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു വളരെ സങ്കടകരമായ ഒരു വാർത്ത. ഇതിനകത്ത് മുസ്ലിമീങ്ങൾക്കല്ല ലാഭം, പക്ഷേ നിഷ്പക്ഷമായ മനുഷ്യർക്കത് മനസ്സിലായി, ജനങ്ങൾക്കത് മനസ്സിലായി. അതിനകത്ത് മുസ്ലിമീങ്ങളുടെ അവർ നാട്ടിലുണ്ടായിരുന്ന ആ നാട്ടുകാരുടെ കയ്യില്ല. അവർ അവിടെ വന്ന, അവരുടെ സന്ദർശിക്കാൻ വന്ന അവിടുത്തെ ടൂറിസ്റ്റുകളെ സഹായിക്കുകയാണ് ആ നാട്ടുകാർ ചെയ്തത്. ഈ തീവ്രവാദവുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല, അത് ഇസ്ലാമല്ല എന്ന് സാധാരണ നിഷ്പക്ഷവതിയായ ജനങ്ങൾക്കത് മനസ്സിലായതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി. ഇത് ആര് ചെയ്താലും അവരുടെ പിറകിൽ എന്താണ് ഇവിടെ ഉള്ളത്? അവരുടെ ലക്ഷ്യം എന്താണ്? ഒരു കലാപമാണ് അവരുടെ മുന്നിൽ പിറകിലുള്ള ലക്ഷ്യം. ഹിന്ദു മുസ്ലിം കലാപം നടക്കണം. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ ഏതർത്ഥത്തിലാണെങ്കിലും നമ്മുടെ നേതൃനിരത്തിലുള്ള പണ്ഡിതർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഏത് പ്രതിഷേധമാണെങ്കിലും പാർട്ടി നോക്കേണ്ടതില്ല, സംഘടന നോക്കേണ്ടതില്ല, നമ്മൾ പോയി പങ്കെടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അതാണെങ്കിൽ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.